എന്തോ എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം സ്ഥാനാർത്ഥി പറഞ്ഞെങ്കിൽ പറഞ്ഞോട്ടെ, UDF എങ്ങനെ പോകാനുള്ള സാധ്യത? BJPക്ക് അവിടെ തെറ്റുപറ്റിയിട്ടുണ്ട്. കാരണം ഒരു ഹിന്ദു വോട്ട് കൺസോളിഡേറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ അങ്ങനെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയല്ല അവിടെ നിർത്തേണ്ടിയിരുന്നത്. അതിന് പകരം ക്രിസ്ത്യൻ വോട്ടും കൂടെ കിട്ടട്ടെ എന്ന് കരുതി BJP ആയിരിക്കാം അവർ നിർത്തിയത്. ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യൻ്റെയും വോട്ട് കിട്ടട്ടെ എന്ന് കണക്കാക്കിയായിരിക്കും നിർത്തിയത്. പക്ഷെ അത് പൊളിഞ്ഞുപോയി. കാര്യത്തോട് അടുത്തപ്പോഴത്തേക്ക് വികാരം മാറി, ട്രെൻഡ് മാറിയപ്പോൾ എനിക്കറിയാം. നിലമ്പൂർ ഞാൻ പോയിട്ടുള്ള ആളല്ലേ. ഞാനവിടെ പോയൊരു പ്രസംഗം നടത്തിയതിൻ്റെ പേരിലല്ലേ എന്നെ ക്രൂശിക്കാൻ ലീഗ് കാണിക്കുന്ന ഏകാധിപത്യവും വിവേചനവും കാണിക്കുമ്പോൾ ആ മുസ്ലിം സമുദായത്തോട് ഞാൻ കാണിക്കുന്നു, അല്ലെങ്കിൽ അവരെ ഞാൻ എതിർക്കുന്നു എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചുകൊണ്ട് എന്നെ ക്രൂശിക്കാൻ ശ്രമിച്ചതും എൻ്റെ കോലം കത്തിച്ചതും എല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ്. ഈ പാർലമെൻറ്റ് ഇലക്ഷൻ, അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കാര്യങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ വരാൻ ഇടയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ കണ്ടാൽ മതി അതിനെപ്പറ്റി. അത് ഒരിക്കലും അങ്ങനെ ഓരോരുത്തരും വലിയ മനപ്പായസം കണക്കാക്കി പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ഈ മാരാരിക്ക് നിയോജക മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഒരു മത്സരം നടന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചാൽ അതായിരിക്കും കേരളത്തിലെ പാർലമെൻറ്റിലെ അസംബ്ലി തിരഞ്ഞെടുപ്പിൻ്റെ ഒരു മുഖമുദ്രയും അല്ലെങ്കിൽ മാനദണ്ഡമെന്നും അല്ലെങ്കിൽ മാർഗരേഖയെന്ന് പറഞ്ഞാൽ എന്താണ്? ജനവാസം അകത്തല്ല അന്യാഹാരം കഴിക്കുന്നവർ പറയരുത്. ഇതൊക്കെ ഒരു പ്രചരണത്തിൽ പറയാം. ലീഗിൻ്റെ വിജയമാണെന്ന് കോൺഗ്രസിൻ്റെ അല്ല, ലീഗിൻ്റെ പ്രസ്റ്റീജ് സീറ്റായിട്ടാണ് അവിടെ എടുത്തത്, പ്രസ്റ്റീജായിട്ടത്. പിന്നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഒരു പ്രസ്റ്റീജായിട്ടല്ല പോയത്. പിന്നെ കോൺഗ്രസ് ഒരു കാര്യം ചെയ്തു, അവരൊരു ധീരമായ ഒരു തീരുമാനം ആകെ ഈ കാലഘട്ടത്തിൻ്റെ അടുത്ത് ഒന്നേ ഉള്ളൂ. അൻവർ പാർട്ടിക്ക് വിധേയനായില്ല എന്നുള്ളതിൻ്റെ പേരിൽ പാർട്ടിയിൽ പലരും പ്രഷർ ചെലുത്തി. അതോടൊപ്പം തന്നെ ലീഗും പ്രഷർ ചെലുത്തിയിട്ട് പോലും അവർ ഉൾക്കൊള്ളാനും സ്ഥാനാർത്ഥിത്വം കൊടുക്കാനും തയ്യാറായില്ല എന്ന ഒരു നല്ല കാര്യം കോൺഗ്രസ് ഇത്തവണ കാണിച്ചു. ഹിന്ദു വോട്ട് ഏകീകരിച്ചിട്ട് പോലും LDF നോക്കുമ്പോൾ അതൊരു ഭരണവിരുദ്ധ വികാരം കൂടി വോട്ടർമാരിൽ പ്രകടമാകുകയാണോ? അത് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ അവിടെ ആരാണ് ഭൂരിപക്ഷം? നിങ്ങൾ മനസ്സിലാക്കുക, നിലമ്പൂർ എന്ന് പറഞ്ഞാൽ അത് ലീഗിന് ഏറ്റവും പ്രാധാന്യവും പ്രസക്തിയും സംഘടനാബലമുള്ള ഒരു നാടാണ് എന്നെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് കണ്ടുകൊണ്ട് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു അളവുകോലായി കാണുന്നത് മുഴുവൻ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു മനപ്രയാസത്തിനും തീർക്കാൻ, അല്ലെങ്കിൽ മനസമാധാനത്തിനും ആഗ്രഹത്തിനും വേണ്ടിയിട്ട് നമുക്കൊരു ആവശ്യത്തിനും ഒരു പ്രചരണത്തിനും വേണ്ടിയിട്ട് ഇത് പറയാം. ലീഗിന്റെ വിജയം എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അതിൽ UDFനെ ഹൈജാക്ക് ചെയ്യാനായിട്ട് ലീഗിന് സാധിക്കും എന്നുള്ളതാണ് അതിനർത്ഥം അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഹൈജാക്ക് ചെയ്തിരിക്കുകയല്ലേ. UDFനകത്ത് ലീഗിനല്ലാതെ ആർക്കാ പ്രസക്തി? കോൺഗ്രസ് എന്ത് പ്രസക്തി? കോൺഗ്രസ് ഒരാളെ ചേർക്കണമെങ്കിൽ പോലും ലീഗിൻ്റെ അവിടെ ചെന്ന് ചോദിച്ചിട്ടല്ലേ ചേർക്കുന്നത്. അപ്പോൾ ആ കാര്യം പറയാതിരിക്കുക നല്ലത്. ലീഗിൻ്റെ പിന്നിൽ ലീഗ് എന്ന് പറഞ്ഞാൽ ലീഗിനെ നയിക്കുന്നത് പോലും പറയുന്നത് പോലും അതൊക്കെ പറയുന്നതനുസരിച്ച് കോൺഗ്രസ് അനുസരണമുള്ള കുട്ടിയായിട്ട് നിൽക്കുന്നു എന്നുള്ളതല്ലേ നേര്.